ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഇന്ന് കിട്ടിയിരിക്കുന്ന അയലയാണ്. അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് നമുക്കൊരു മുളകിട്ട് കറി വെക്കാം. ഒത്തിരി സമയമൊന്നും വേണ്ട, ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് നമുക്ക് കറിയാക്കാവേ. അപ്പോൾ അതിനുവേണ്ടി ഈ മീനെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കട്ടെ. ഇവിടെ കുറേ ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ അയല മീനാണ്. സാധാരണ അയലമീനൊക്കെ വാങ്ങുമ്പം ഇവിടെ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മീൻ ഇങ്ങനെ മേടിക്കുന്നതുകൊണ്ട് ഇന്ന് കണ്ടപ്പോൾ തന്നെ മുളകിട്ട് വെക്കാമെന്ന് വെച്ച്. കറിയിലേക്ക് വേണ്ട ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി കറി വെക്കാം. അതിനു വേണ്ടി ഒരു മൺചട്ടി ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ ചട്ടിയിലോടൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്, കാരണം പെട്ടെന്ന് ചട്ടി അങ്ങ് പുകയുക. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒരുമിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. സാദാ മുളക് പൊടിയാണ്, എരിയുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുക. ഒരു 3 സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറിയ തീ ഇട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഈ പൊടികൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഈ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറച്ച് വടക്കം പുളി കഴുകി വൃത്തിയാക്കി നമ്മുടെ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയും കൂടെ നമുക്കിനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കാം. കറി എത്രത്തോളം വേണോ അതനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നമ്മുടെ ഇവിടെ അയല ഒരുപാട് തരത്തിൽ കറി വെക്കാറുണ്ട്. തേങ്ങ അരച്ച്, വറുത്തരച്ച്, മുളകും തേങ്ങയെല്ലാം അവിടെ കൂട്ടി അരച്ച് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കാണിച്ചത്. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി വൃത്തിയാക്കി നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വറ്റി പുളിയും ഉപ്പും ഒക്കെ പിടിച്ച് നന്നായിട്ട് വറ്റി വരട്ടെ. കുറച്ച് സമയം കൊണ്ടേ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വെക്കുന്നതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മീൻകറിയൊക്കെ നല്ല തിളച്ച് വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചട്ടിയിലിരുന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.